ടിക്കറ്റ് പിന്നെ മേലെന്ന് തരും, അത് കളയരുതിട്ടാ. ഇതാണ് നമ്മുടെ കൊച്ചിയിലുള്ള ലുലു മാൾ. പിന്നെ അവിടുന്നും ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാതെ മാത്രമല്ല, ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് മെട്രോന്റെ ടിക്കറ്റ് എടുക്കട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അടുത്ത മെട്രോയിലല്ലേ, ഒറ്റ ദിവസം 2 മെട്രോയിൽ നമ്മൾ ആദ്യം വരിക്കും. എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മെട്രോ നമുക്കിനി നേരെ ലുലുമാളിലേക്ക് പോകാം. ലുലുമാൾ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈക്കോർട്ട് ടെർമിനൽസ് അവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മളെ മെട്രോ യാത്ര കംപ്ലീറ്റ് ആയിട്ടാ. അപ്പോ ഹൈക്കോർട്ട് മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളിതാ ടെർമിനൽസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണല്ലേ സംഭവം, കിടിലൻ എക്സ്പീരിയൻസ്. ഗായ്സ്, ഇതാണ് നമ്മള് പിന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് നേരെ ലുലുമാലോട്ടാ പോകേണ്ടത്. ടിക്കറ്റ് കിട്ടുമോ അറിയില്ല, നോക്കാം. ഇവിടെ പിന്നെ മെട്രോയ്ക്ക് കയറുന്ന അവിടെ തന്നെ പിന്നെ പ്ലാറ്റ്ഫോം 1, 2 ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് കയറിയാൽ മതി. ഡൗട്ടുകളും കാര്യങ്ങളൊന്നും വരാനില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുക, കൗണ്ടർ ഇതാണ്. ടിക്കറ്റ് എടുക്കുക, ബാക്കി കാര്യം ക്ലിയർ ചെയ്യുക. പിന്നെ അവിടുന്നും ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാതെ മാത്രമല്ല, ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് മെട്രോന്റെ ടിക്കറ്റ് എടുക്കട്ടോ. ഇതാ പിന്നെ നേരെ ഉള്ളിൽ കയറാം. ഫ്രണ്ട്സ്, ഈ നൈറ്റിൽ തന്നെ മെട്രോയിലും കയറാൻ പോകട്ടോ. നേരെ നമുക്ക് ലുലുമാൾ പോകണം. അതിന് എടപ്പള്ളിയാണ് ഇറങ്ങേണ്ടത്. സൗത്തിൽ നിന്ന് നേരെ കയറിയിട്ട് എടപ്പള്ളി ഇറങ്ങിയാൽ ലുലുമാളെത്തി. ലുലുമാൾ ഇന്ന് ഓണൊക്കെയാണ്, എത്ര മണിയാവും ക്ലോസ് ചെയ്യുന്ന അറിയില്ല. ഇപ്പൊ ഏകദേശം പ്രതീക്ഷിക്കുന്നത്. അതെ, മിക്കവാറും ഇവിടെ ഇപ്പൊ 10 മണി ആയിട്ടുണ്ട്. അത് 2. നമുക്ക് പ്ലാറ്റ്ഫോം 1 പോകേണ്ടത്. ഇപ്പൊ മേലെ അവിടെ കയറണം. പ്ലാറ്റ്ഫോം 1 ഇനിയും വീണ്ടും എക്സ്കവേറ്റർ. അപ്പൊ നമ്മള് ലുലുമാളിക്ക് പോലെ എത്ര കിലോമീറ്റർ നടന്നാൽ മതി? 10 കിലോമീറ്റർ മിനിമാണ്. അതിന്റെ നേരക്ക് ആവാം. അത്ര ഞങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു എക്സസൈസും പിന്നെ സ്ഥലം മനസ്സിലാക്കാനുള്ള ഒരു വലിയ എക്സ്പീരിയൻസ്. ഒറ്റ ട്രിപ്പിലെ അങ്ങനെ ഞങ്ങൾ നമ്മുടെ അടുത്ത മെട്രോയിലല്ലേ, ഒറ്റ ദിവസം 2 മെട്രോയിൽ നമ്മൾ ആദ്യം വരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് തവണ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും, അല്ല 20 മിനിറ്റ് 20 മിനിറ്റ് അല്ല ഉണ്ട് പറഞ്ഞ്, ഒരുപാട് തവണ നമ്മൾ കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെയും മെട്രോയിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ നോർത്ത് ഭാഗത്തേക്കുള്ള മെട്രോ വരുന്നത്. വെയിറ്റ് ചെയ്യാം. ട്രാക്കൊക്കെ കണ്ടോ? ട്രാക്കൊക്കെ അടിപൊളി കേട്ടോ, നല്ല വൃത്തിയുണ്ട്, അടിപൊളി. അപ്പൊ മച്ചന്മാരെ, നമ്മളെ മെട്രോ വരുന്നു കേട്ടോ. പ്ലാറ്റ്ഫോം ഗൈസ്, അങ്ങനെ നമ്മൾ അതാ പിന്നെ മെട്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ കണ്ടോ, അവിടെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം സെൻറ്റർ ഓർത്താണുള്ളത്. അപ്പം നമുക്ക് നേരെ ഇനി നെക്സ്റ്റ് ലുലു മാള് പിടിക്കാം. ഇത് പോകുന്ന അറിയില്ല കേട്ടോ, നമ്മൾ നൈറ്റായിട്ട് അറിയില്ല. പോകുന്ന തീരെ സ്പീഡത്തിൽ അറിയണമെന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മള് പിന്നെ എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മെട്രോ നമുക്കിനി നേരെ
ലുലുമാളിലേക്ക് പോകാം. ലുലുമാൾ. എയർപോർട്ടിലൊക്കെ ഒരു കയറി ഉണ്ടല്ലേ? എടാ എങ്ങനെയുണ്ട് കൊച്ചി മെട്രോ യാത്ര? അടിപൊളിയല്ലേ? എനിക്ക് ഇഷ്ടമായി. സ്പീഡ് എന്ന് വെച്ചാല് ജംഗ്ഷനും സ്റ്റോപ്പൊക്കെ വളരെ തൊട്ടടുത്താണ്. നമുക്ക് നേരിട്ട് എടപ്പള്ളി വന്നു കഴിഞ്ഞാല് എടപ്പള്ളി ടൗണിലേക്ക് ഇറങ്ങാം, ലുലുമാളിക്ക് കയറാനുള്ള മറ്റൊരു ഓപ്ഷനാണ്. ഗൈസ്, പിന്നെ കൊച്ചി മെട്രോയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നല്ലൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആണോ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടപ്പള്ളി എത്തിയത്. കിടുകൻ എക്സ്പീരിയൻസ്. ഇത് നമ്മളെ തൃശ്ശൂർ മുതൽ മറ്റേ കാസർഗോഡ് വരെ എത്തിക്കുകയാണെങ്കിൽ അടിപൊളിയാകും. ഒരു രക്ഷയുണ്ടാവില്ല. കിടിലൻ സാധനം. ടിക്കറ്റ് പിന്നെ മേലെന്ന് തരും, അത് കളയരുതിട്ടാ. സ്കാനായി. ആ ടിക്കറ്റ് നമുക്ക് തിരിച്ച് വരുമ്പോ ഇവിടെ ആവശ്യമാണ്. പണ്ട് പാടും. ടിക്കറ്റ് മെട്രോ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കളയരുത്. ഓക്കേ. ഓ, ലുലുമാളെന്ന ടിക്കറ്റിലുള്ള തിരക്കട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര തിരക്ക്. ഞാനും ശരി. പിന്നെ നമ്മളെ ലുലുമാളൊക്കെ കിട്ടും. അപ്പൊ ഇവിടുത്തെ വീഡിയോ വൈകിട്ടാണ്. ലുലുമാളത്തെ വീഡിയോസ് നമുക്ക് കാണിക്കില്ല. ഇതാണ് നമ്മുടെ കൊച്ചിയിലുള്ള ലുലു മാൾ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അറിയാം. എങ്കിലും ഒരു രസത്തിന് വെറുതെ വീഡിയോ കാണിച്ചെന്നുള്ളൂ. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ.